നിങ്ങളിപ്പോൾ കാണാൻ പോകുന്ന വീഡിയോയിൽ ഞങ്ങൾ കിച്ചണിൽ നിന്ന് ജസ്റ്റ് എടുത്ത ഒരു വീഡിയോ ആണ്. ഞാനും മഞ്ജു വീട്ടിലെത്തിയ സമയത്ത് ജസ്റ്റ് റാൻഡംലി ഒരു വീഡിയോ കാണുകയാണ്. അതായത് അമ്മേനെ പ്രാങ്ക് ചെയ്യണത്. അപ്പോൾ നമ്മൾ കുറച്ച് നേരം സംസാരിച്ചാൽ മതിയല്ലോ അമ്മനോട്. അപ്പോൾ അമ്മ എന്തൊക്കെ രീതിയിൽ റിയാക്ട് ചെയ്യും, ഞങ്ങൾ ഒരിക്കലും ചെയ്യാത്ത കാര്യങ്ങൾ അല്ലെങ്കിൽ ഞങ്ങൾ ഒരിക്കലും ഞങ്ങളുടെ ഭാഗത്തുനിന്ന് ഇല്ലാത്ത കാര്യങ്ങളൊക്കെ ഞങ്ങൾ പറഞ്ഞു കേൾക്കുമ്പോൾ അമ്മേൻ്റെ റിയാക്ഷൻ എന്താ അറിയാൻ വേണ്ടിയിട്ട് ഞങ്ങളൊരു കൗതുകമുണ്ട്. കൂടെ തന്നെ ആ വീഡിയോ എങ്ങനെ ഔട്ടാവും എന്നുള്ള ഒരു എക്സൈറ്റ്മെൻറ്റും കൂടിയാണ് ഞങ്ങൾ ആ വീഡിയോയിലേക്ക് എത്തിച്ചത്. അപ്പം അങ്ങനെ അതുകൊണ്ട് തന്നെ ആ വീഡിയോന് ഭയങ്കര ന്യൂനതകളുണ്ട്. മെയിനായിട്ട് വീഡിയോ അത്ര വലിയൊരു ക്ലാരിറ്റി ഇല്ല. പിന്നെ അതേപോലെ ആ സമയത്ത് മൈക്ക് അങ്ങനത്തെ കാര്യങ്ങളൊന്നും യൂസ് ചെയ്തില്ല. അതുകൊണ്ട് തന്നെ ഞാൻ ആ വീഡിയോ ഇടണോ വേണ്ടേ എന്നുള്ള രീതിയിൽ കുറച്ച് സമയത്തേക്ക് എടുത്തു വെച്ചതാണ്. പക്ഷേ ഇന്ന് ഞാനിങ്ങനെ സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് ജസ്റ്റ് ആ വീഡിയോ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഒരു നാച്ചുറൽ ഫീൽ, നമ്മളെ ഫാമിലി ടൈം ഭയങ്കര ആ ഒരു മൊമെൻറ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടുകൊണ്ട് ഞാനിവിടെ പോസ്റ്റ് ചെയ്യാമെന്നുള്ള ഒറ്റ ഉദ്ദേശത്തിലാണ് ഇന്ന് ഈ വീഡിയോ ഇവിടെ പോസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളെന്തായാലും മൊത്തം സ്കിപ്പ് ചെയ്യാതെ തന്നെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കാണുക. അപ്പോൾ സോ ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദ വീഡിയോ. ഹലോ ഡിയേഴ്സ്, ഇറ്റ്സ് മീ മനീഷ ഹരിലാൽ. ഇന്നത്തെ വീഡിയോ എന്താ വെച്ചാൽ, ഇന്നത്തെ വീഡിയോ എന്നെ കുറച്ചും കൂടി അറിയാം, നോ മൈസെൽഫ് ബെറ്റർ എന്നാണ് ഇന്നത്തെ വീഡിയോൻ്റെ ഉദ്ദേശം. ഞാൻ എൻ്റെ അങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ പറയും. ഞാൻ എൻ്റെ വീട്ടിലായതുകൊണ്ടായിരുന്ന അമ്മയ്ക്കും അനിയത്തിക്കും അച്ഛനൊക്കെ ഇതിൽ പങ്കുചേരാം. പോലെ മാറിക്കാറില്ല, ഇവിടെ വന്നിക്ക് ഞാൻ പറയാം. കാരണം ഞാനില്ലേ എന്ത് പറയുകയാണെങ്കിലും അതിൽ പങ്കുചേരണം കേട്ടോ. അതായത് ഞാൻ ഉദ്ദേശിക്കുന്നത് എന്താ വെച്ചാല്, ഞാൻ ഇപ്പോൾ ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ കൂടെ ശരിയാണെന്നുള്ള രീതിയിൽ നിങ്ങൾ പറയണം. ശരിയാണെങ്കിൽ കൂടാ, ശരിയാണെന്ന് എൻ്റെ യൂട്യൂബ് ചാനലിൽ ഇടാനുള്ളത്. അത് അതന്നെ അന്ന് ശരിയാണെങ്കിൽ ഞാൻ കൂടാ. ആയിക്കോട്ടെ, ഞാൻ തുടങ്ങിയാണ്. നിങ്ങൾ തിരിഞ്ഞിക്കല്ലേ, നേരൊക്കെ കുറച്ചൊക്കെ. അപ്പോൾ ഞാൻ ചെറുപ്പത്തിൽ മുതലുള്ള കാര്യം പറയാം കേട്ടോ. ചെറുപ്പത്തിലുള്ള കാര്യം ആദ്യം തുടങ്ങുകയാണെങ്കിൽ, ചെറുപ്പം ജനിച്ച സമയം മുതൽ ഞാൻ അത്യാവശ്യം ഒബീഡിയൻ്റ് ആയ ഒരു സ്റ്റുഡൻ്റാണ്. ഒബീഡിയൻ്റ് ആയിട്ടുള്ള തെറ്റുള്ള രീതി നിൽക്കരുത്. എന്നെ കൊണ്ട് ഒരു ശല്യം ഇല്ലായിരുന്നു എന്നാണ് അമ്മ പറയുക അല്ലേ? അമ്മ പറയും ശരിയൊന്നുമില്ലേ. പിന്നെ എന്താ വെച്ചാല് ജനിച്ച സമയം മുതൽ വികൃതിക്കല്ലേ ഞാൻ പറഞ്ഞത്. ജനിച്ച സമയം മുതൽ ഞാൻ വേഗം പാലുടിക്കും, കിടന്നുറങ്ങും, പാലുടിക്കും, കിടന്നുറങ്ങും, അങ്ങനെയായിരുന്നു. വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലായിരുന്നു എന്നെ നോക്കാൻ. പിന്നെ പക്ഷെ മഞ്ജു ജനിച്ചത് 3 കൊല്ലത്തിന് ശേഷമാണ്. അപ്പം 3 കൊല്ലത്തിന് ശേഷം മഞ്ജു ജനിച്ച് കഴിഞ്ഞപ്പോൾ മഞ്ജുവിനെ നോക്കിയത് ഞാൻ തന്നെയായിരുന്നു. അമ്മ പറയുന്നേ അത് ശരിയാ. ഞാൻ എന്നിട്ട് അമ്മ അവിടെ 7ാം മാസത്തില് അമ്മ അവിടെ പോയ ശേഷം ഞാൻ അവിടെ അച്ഛമ്മേൻ്റെ കൂടെയായിരുന്നു. അച്ഛമ്മയ്ക്കാണെങ്കിൽ എന്നെ വിട്ടുകൊടുക്കാനൊന്നും ഇഷ്ടമല്ലേ, കാരണം അച്ഛമ്മേൻ്റെ തെറ്റ് തന്നെയായി. അപ്പോൾ അമ്മേൻ്റെ അടുത്ത് ഇടയ്ക്ക് പോവും. എന്നിട്ട് പിന്നെ മഞ്ജുവിനെ കണ്ടു കഴിഞ്ഞാൽ എനിക്ക് തിരിച്ചു വരാൻ തോന്നൂല, കാരണം ഓളെ നോക്കല് ഞാനായിരുന്നു. നിങ്ങളൊന്നും അറിയാത്തായിരിക്കും. ഞാൻ എങ്ങനെയായിരുന്നു പറയാ മക്കളെ പറ്റി? ഞാൻ എങ്ങനെയായിരുന്നു പറയാ? 4 വീട്ടിൽ തെണ്ടിയായിരുന്നു. അതല്ല, വീട്ടിലിരിക്കൂലായിരുന്നു. നല്ലത് തന്നെയാണ്. അച്ഛമ്മയോളം കൂടി എല്ലാ വീട്ടിലും പോവും. അങ്ങനത്തെ ഒരു കുട്ടിയായിരുന്നു. വീട്ടിലൊന്നും ഉണ്ടായിരുന്നില്ല. എല്ലാ ഭക്ഷണവും പഠിക്കാനും ഉഷാറായിരുന്നു. +2 വരെ അങ്ങനെ തന്നെയാണ് കേട്ടോ. പഠിക്കാനൊക്കെ ഉഷാറായിരുന്നു. അപ്പൊ തന്നെ ആദ്യമൊന്നും പറഞ്ഞ ഇഷ്ടത്തിനോട് നടക്കും. പിന്നൊക്കെ അത് കഴിഞ്ഞിട്ട് സ്കൂളിൽ പിന്നെ അമ്മയ്ക്ക് പാരന്റ്സ് മീറ്റിംഗ് വന്നു കഴിഞ്ഞാൽ അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. ഫ്രണ്ട്സുമായി അമ്മയ്ക്ക് പിന്നെ എന്നും സന്തോഷം മാത്രമായിരുന്നു മീറ്റിംഗ് വന്ന അല്ലേ? അതൊക്കെ ഓളെ പറ്റിയൊന്നും ടീച്ചർമാർക്കൊക്കെ കണ്ട അഭിപ്രായം എല്ലാ കൊല്ലം കേട്ടോ. ശരി, ഇതിനെ പറ്റി നല്ല എന്തെങ്കിലും ഉള്ളു, എന്തെങ്കിലും ഒന്ന് പറയോ? നിങ്ങൾക്ക് ഇന്നറിയില്ലേ?
പിന്നെ ഉള്ളത് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ചെറുപ്പം മുതലേ 4 മണിക്ക് നീക്കുന്നു. 4 മണിക്ക് നീക്കുന്നു. പിന്നെ അച്ഛമ്മ പറഞ്ഞിട്ടായി ഞാൻ മാറ്റിയത്. അപ്പൊ 4 മണിക്ക് അതല്ല, അതെന്താ അറിയോ, 4 മണിക്ക് നീക്കുന്നു. പിന്നെ സ്കൂളിലൊക്കെ പോകുന്ന സമയത്ത് ഞാൻ നേരത്തെ നീച്ചിട്ട് എന്റെ ഫുഡ് ആക്കിട്ടാ പോയത്. അല്ല, എന്നിട്ടില്ലേ 4 മണിക്ക് നീച്ച് ഭക്ഷണമൊക്കെ ആക്കിയിട്ട് +2 കഴിഞ്ഞ ശേഷം അങ്ങനെ പോയത്. അമ്മയ്ക്ക് പിന്നെ ബുദ്ധിമുട്ടായിരുന്നു രാവിലെ നീക്കാൻ. ഞാൻ നല്ല യൂട്യൂബറാണ്. നല്ല പറയുന്നത് മാത്രമേ ഇതിൽ കിട്ടുള്ളൂ. പിന്നെ മെയിനായിട്ട് എന്താ വെച്ചാല്, പിന്നെ അത് കഴിഞ്ഞ് +2 കഴിഞ്ഞ് ഡിഗ്രി കഴിഞ്ഞ് കോഴിക്കോട് +2 കഴിഞ്ഞ് 10ാം ക്ലാസ്സിൽ നിന്ന് കോഴിക്കോട്. ഡിഗ്രി ഓള് ലണ്ടനിൽ. അല്ല, ഡിഗ്രിക്ക് പിന്നെ ഞാൻ ഓളിക്രോസിൽ ആ സമയത്താണ് എന്റെ ഏറ്റവും നല്ല സ്വഭാവമുള്ള സമയം. അല്ല, ആ സമയത്താണ് എന്റെ ഏറ്റവും നല്ല സ്വഭാവമുള്ള സമയം. ഞാൻ അമ്മേനോട് എല്ലാം ഷെയർ ചെയ്യുന്നു. എല്ലാ ഡിഗ്രിക്ക് പഠിക്കുന്ന സമയത്ത് ഞാൻ എല്ലാം ഷെയർ ചെയ്യുന്നു. അതുകൊണ്ട് എന്റെ അമ്മയ്ക്ക് ഞാൻ പറയുന്നതൊക്കെ ഭയങ്കര വിശ്വാസമായിരുന്നു. ഓള കഥയൂല പറയാ, വേറൊരു കുട്ടിയുടെ കഥ ഏറ്റിനോട് പറയാ എല്ലാ കഥയും. ഒടുക്ക ഞാൻ മനസ്സിലാക്കുക ആ പറഞ്ഞത് മുഴുവൻ മോളെ കഥ മനസ്സിലായി തുടങ്ങി. ഒക്കെ പറയും, എല്ലാതും പറയുള്ളൂ. അതെല്ലാം പറയും. ഞാൻ ശരിക്കുള്ള കാര്യം പറയല് എല്ലാം പറയും. പക്ഷെ അവസാനം പറയും അമ്മച്ചി ഞാൻ ചീത്ത എന്തെങ്കിലും പറയും വെച്ചിട്ട് അത് ഓളെ ക്ലാസ്സിലത്തെ കുട്ടിയുടെ കഥ ഏറ്റിനോട് പറയും. ഡിഗ്രി കഴിഞ്ഞ ശേഷം ബി.എഡിന് പോയി. ബി.എഡിന് പോയ സമയത്ത് ഞാൻ ഒറ്റയ്ക്ക് എല്ലാ കാര്യം ചെയ്യും. അവിടെ എല്ലാ ഫ്രണ്ട്സുമാരായിട്ട് ഇവിടെ വരും. ഒരു 10-15 ഫ്രണ്ട്സുമാര് കുട്ടികളുണ്ടാവും ഇവിടെ. ഓർക്ക് എഴുതാൻ പറ്റാത്ത കുട്ടികൾ എല്ലാരെയും ഏറ്റവും വന്ന് എഴുതിയിട്ട് പോവുകയായിരുന്നു. അതുകൊണ്ട് ആ കുട്ടികളും പിന്നെ അമ്മയെ നോക്കിയായിരുന്നു. കൊറേ കുട്ടികളുണ്ടായിരുന്നു. അപ്പൊ അതൊരു കാര്യല്ലേനോ, അമ്മയ്ക്ക് ഒരു വരിക ഭയങ്കര കാര്യമായിരുന്നു. കൊറേ കുട്ടികളുണ്ടായിരുന്നു. ഒക്കെ നല്ല സ്നേഹമുള്ള കുട്ടികളായിരുന്നു. അപ്പോൾ വീഡിയോ ഞാൻ അവിടെ സ്റ്റോപ്പ് ചെയ്യാണ്. മെയിനായിട്ടുള്ള റീസൺ എന്താ വെച്ചാൽ, ആ വീഡിയോ അമ്മ ഭയങ്കര ഇൻവോൾവ്മെൻ്റ് ആയി. അമ്മ പിന്നെ ഇടയ്ക്ക് നമ്മളെ ഓവർ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് കേട്ടാറിയാം, ഓവർ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ചെറിയതൊന്നും ശരിയല്ല കേട്ടോ. അമ്മ പിന്നെ ഭയങ്കര ഇൻവോൾവ്മെൻറ്റിൽ അമ്മേൻ്റെ കാര്യങ്ങളും ഞങ്ങളെ കാര്യങ്ങളൊക്കെ പറഞ്ഞിങ്ങനെ ഭയങ്കര ഇൻവോൾവ്മെൻറ്റിൽ സംസാരിക്കാൻ തുടങ്ങി. കുറേ കഥകൾ പറയാൻ തുടങ്ങി. പിന്നെ ഞാൻ അമ്മേൻ്റെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കി കഥ കേൾക്കാനുള്ള അവസ്ഥയിലായി. പിന്നെ അമ്മേനെ പ്രൊവോക്ക് ചെയ്യാൻ ഞാനും മഞ്ജു ഒരു സമയം കഴിഞ്ഞപ്പോൾ വിട്ട്. അപ്പോൾ പിന്നെ ആ വീഡിയോ ഒരു രസമില്ലല്ലോ. അമ്മ ആ ഒരു മൂമെൻറ്റ് നമുക്ക് ഇഷ്ടപ്പെടുള്ളൂ. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ബോറിംഗ് ആവുന്നുള്ളതുകൊണ്ട് ഞങ്ങളവിടെ സ്റ്റോപ്പ് ചെയ്യാണ്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഇഷ്ടപ്പെട്ടിട്ട് ആ വീഡിയോ കാണുക കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ. ഞങ്ങളൊരു കുട്ടി പ്രാങ്ക് വീഡിയോ എന്ന് പറയാൻ പറ്റുമോ എന്ന് അറിയില്ല. ബട്ട് ഒരു മൂമെൻറ്റ് വിത്ത് മൈ അമ്മ. ഞങ്ങൾക്ക് ഭയങ്കര സ്പെഷ്യലായ വീഡിയോ ആയിരുന്നു. സോ ഇനി ഒരു അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.